ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. PSC ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. വളരെയധികം ക്രിയാത്മകമായ പ്രതികരണങ്ങളാണ് ആ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ട് പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ളതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞത്, പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന വർഷങ്ങൾ അതിന്റെ എല്ലാ കൃത്യമായ കണക്ക് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പഠനം കഴിഞ്ഞ് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴേക്ക് നമ്മുടെ ഏജ് ഓവർ ആവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് പലർക്കും. അപ്പൊ അതുകൊണ്ട് ആ കാര്യമാണ് ഞാൻ ഊന്നി പറഞ്ഞത്. അതിന് തുടർച്ച എന്നോണം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ PSC ഉദ്യോഗാർത്ഥികൾ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, കോവിഡ് കാലഘട്ടത്തിൽ 1-2 വർഷത്തോളം PSC നിയമനങ്ങൾ ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. അപ്പം അന്ന് ലോക്ക്ഡൗൺ ആണ്, പരീക്ഷകളും ഇന്റർവ്യൂ ഒക്കെ നടത്താനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ പലവിധ കാരണങ്ങളാൽ അങ്ങനെ മുടങ്ങിപ്പോയിട്ടുള്ള ആ ഒരു വർഷങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നഷ്ടപ്പെട്ട ആ കോവിഡ് കാലത്ത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അവസരങ്ങളെ, ആ വർഷങ്ങൾ അവർക്ക് നികത്തി കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ രീതി മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കുറച്ചു കാലങ്ങളായിട്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പല നിയമനങ്ങളും നടക്കാതെ പോയിട്ടുണ്ട്. പല ലിസ്റ്റുകളും വേണ്ടത്ര നിയമനം നടത്താതെ ക്യാൻസലായി പോയിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. കരാർ ജീവനക്കാരെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പല ഒഴിവുകളും മാസങ്ങളോളം, ചിലപ്പോൾ അത് വീണ്ടും ഒതുക്കി നൽകിക്കൊണ്ട് വർഷങ്ങളോളം ഒക്കെ കരാർ ജീവനക്കാരെ നിയമിച്ച് അങ്ങനെയും ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വിധ കാരണങ്ങൾ മൂലം ഇന്ന് PSC ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ വളരെയധികം സജീവമായ ചർച്ച തന്നെയാണല്ലോ ഈ ഏജ് ലിമിറ്റ് ഉയർത്തുക എന്നുള്ള വിഷയം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മകളും വാട്സപ്പ് സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മകളും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നീതി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ലിസ്റ്റിൽ വന്ന് കയറിയാൽ പോലും യഥാസമയം വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് നിയമനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ധാരാളമായിട്ട് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷങ്ങളുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി PSC പരീക്ഷയും ഇന്റർവ്യൂവും ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഇടം തേടി ഇപ്പോൾ നിയമനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന പലരും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ കാരണത്താൽ ജോലി കിട്ടാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഇടക്കാലത്ത് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും യഥാസമയം വേക്കൻസി റിപ്പോർട്ട് നൽകാത്തതിന് ഫലമായിക്കൊണ്ട് പല റാങ്ക് ലിസ്റ്റിൽ നിന്നും പരീക്ഷയോടുകൂടി കാത്തിരുന്ന പലർക്കും നിയമനം കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരം നീതി നിഷേധങ്ങളൊക്കെ നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഉദ്യോഗാർത്ഥിക്ക് നീതി കിട്ടുള്ളൂ. അങ്ങനെയുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, സംശയങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എനിക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പരമാവധി ഉദ്യോഗാർത്ഥിയുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.